കുറെ നാളുകളായിട്ട് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സജിനയുടെയും പൂക്കുട്ടിയുടെയും വിഷയം. അതായത് റസൂൽ പൂക്കുട്ടിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാൻ മുൻപിനെ എന്റെ ലവ് ലൈഫിനെ അത് ബാധിക്കുന്നു. സജിന കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 9 weeks പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കുറപ്പാ ഇത് അവൻ തന്നെ. അവൻ ആരാ മോന്ന? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സജിന ഇതുവരെയും ഡിവോഴ്സ് ആയിട്ടില്ല ഫിറോസുമായിട്ട്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇനി ലീഗലി ഡിവോഴ്സ് ആയോന്നും എനിക്കറിയത്തില്ല. 3 മാസം വരെ ആയ ഗർഭം അലസിപ്പിച്ച ഒരു കുഴപ്പമില്ല. യാതൊരുവിധ ഉളുപ്പുമില്ലാതെ ഇന്നലെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്ന ആ പോസ്റ്റിനകത്ത് മാഷല്ലാ എന്നും പറഞ്ഞ് എഴുതിയിട്ട് 9 weeks എന്നും പറഞ്ഞിട്ട് ഒരു സംഭവം എഴുതിയിരിക്കുന്നത്, അതായത് പ്രഗ്നന്റ് ആണ് എന്നുള്ള രീതിയിൽ. എന്തെന്നും അത് ഈ പറയുന്നല്ലോ, ഈ കേസലാകെ കുഴഞ്ഞു പറയുന്ന പോലെ ഉണ്ടല്ലോ. ഇടയ്ക്ക് വെച്ച് സജിനയുടെ ഗർഭം വരെ മറ്റേ വ്യാജമാണെന്നുള്ള രീതിയിൽ കുറച്ച് ആരോപണം ഉണ്ടായിരുന്നു. അപ്പൊ സജിന അതിനെല്ലാം അങ്ങ് തിരുത്തിയിട്ട് അത് സത്യമാണെന്നുള്ള രീതിയിൽ അങ്ങ് പബ്ലിക്കിനെ അങ്ങ് അറിയിച്ചിട്ടുണ്ട്. എന്നാ പിള്ളച്ചനെന്ന് ഉറപ്പിച്ചോ, അവൻ പിള്ളച്ചനിട്ടും പണിയുന്നുണ്ട്. മോളെ കൊണ്ടുപോയെന്ന് പരിശോധിപ്പിച്ച് നോക്ക്, അവൻ വിത്ത് വായി കഴിഞ്ഞോന്നറിയാം. എന്താണോ ഭാരതത്തിന്റെ കൾച്ചറൽ എത്തോസ് എന്താണോ എന്ന ഒരു ബേസിക് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞിനെ പറ്റി അനാവശ്യം പറയുന്നവൻ ആരായിരുന്നാലും ശരി, അവന്റെ തലയിൽ ഇടുത്തി വീഴും. വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞ പോരെ, ഇത്തരം പരദൂഷണ പറയാ. എന്റെ ഒരു കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ അക്കൗണ്ട് എനിക്ക് കിട്ടിയത് കുറച്ച് ടൈമുകളായിട്ടേ ഉള്ളൂ. എനിക്ക് എന്റെ അക്കൗണ്ട് ഹാക്കായി പോയേക്കുമായിരുന്നു. എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല, എന്റെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ന്യൂസ് കിട്ടിയത് എന്റെ ഫ്രണ്ട്സ് കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, പിന്നെ കൺഗ്രാജുലേഷൻ അങ്ങനെ കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് എനിക്ക് ലിങ്ക്. അതെ, അപ്പോഴും 2 കല്യാണമല്ലേ ആയുള്ളൂ, ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. അതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആ പോസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കയറിന്റെ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് അല്ലേ? ഇത് ഇവർ തന്നെയല്ലേ? ഇത് ഇവരുടെ പേഴ്സണൽ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ പിന്നെ അതെങ്ങനെ വെളിയിൽ പോകുന്നത് എനിക്കറിയത്തില്ല. ഈ പുള്ളിക്കാരത്തി എന്താ ആക്ച്വലി പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഹാക്കർ സജിനയുടെ ഇൻസ്റ്റാഗ്രാം മാത്രമല്ല ഫോണും ഹാക്ക് ചെയ്തോ? അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു തിങ്ക് ചെയ്യേണ്ട സാധനം. ഹാക്കിംഗ് ആണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിനകത്ത് തൂക്കിയല്ലോ അതിനകത്ത് വന്ന പോസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. വൃത്തികെട്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദയവേറി എന്നെ കൊല്ലാക്കൊല ചെയ്യരുത്. ഞാൻ അഥവാ എന്റെ ലൈഫിൽ ആരെങ്കിലും വന്നാലോ, ആരെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാലോ, എനിക്ക് കല്യാണം കഴിഞ്ഞാലോ, അത് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇട്ടുതരാം. നിങ്ങൾ കല്യാണം കഴിക്കുകയോ കുഞ്ഞുങ്ങളുണ്ടാവുകയോ എന്തോ ചെയ്തോ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് നാട്ടുകാരെ പൊട്ടന്മാരാക്കാൻ നിൽക്കരുത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, ഇത് പുറത്ത് വന്ന സമയത്ത് നിങ്ങൾ സ്പോട്ടിൽ റിയാക്ട് ചെയ്യണമായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രസ് കോൺഫറൻസ് വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സജിന? 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യല്ലേ. ഇത് ചുമ്മാ അനാവശ്യമായിട്ട് വന്നിട്ടേ എന്തുകൂടെ നമ്മളൊക്കെ ചോറാ തിന്നുന്നേ. സജിന ആദ്യം അത് മനസ്സിലാക്കി. സാഹചര്യങ്ങൾക്ക് ഒത്തുവീരണം. ചങ്കൂറ്റം കൊണ്ടും നമുക്ക് രാമായണം വായിക്കാം. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ സാർ. തീർച്ചയായിട്ടും കാണാം. അതെ കാണണം. ബൈ.